മറക്കാത്തവൻ, മാറാത്തവൻ, മുടക്കാത്തവൻ, അമ്മ മറന്നാലും മറക്കാത്തവൻ. അനാഥശാലകളും വൃദ്ധസദനങ്ങളും പെരുകുന്ന കാലമാണ്. ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും ആധുനിക മനുഷ്യൻ മറന്നു പോകുന്നു. ഈ മറവി ഒരു രോഗമല്ല, പ്രത്യുത അഹങ്കാരവും പൈശാചികവുമാണ്. താലി കെട്ടിയവളെ മറക്കുക, ഉറ്റവരെയും ഉടയവരെയും മറക്കുക, നൊന്തു പെറ്റതിനെ മറക്കുക. എന്നാൽ മറക്കപ്പെട്ടവന്റെ നൊമ്പരത്തിന് സഹായമായ ഔഷധമാണ് യഹോവ മറക്കുകയില്ല എന്ന വാഗ്ദത്തം. മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ. ആശ്രയം വെച്ചതും എന്നും ഉണ്ടാകുമെന്ന് കരുതിയവരും മാറിപ്പോകും. ചിലർ മരണം കൊണ്ട്, ചിലർ സാഹചര്യങ്ങൾ കൊണ്ട്, മറ്റു ചിലർ വൈരാഗ്യം കൊണ്ടോ പ്രതികാരം കൊണ്ടോ സ്വാർത്ഥത കൊണ്ടോ ആകാം. പക്ഷെ യഹോവ മാറുകയില്ല. മുടക്കാത്തവൻ, തുടങ്ങിയ പല നന്മകളും മുടങ്ങി, അല്ലെങ്കിൽ മറ്റുള്ളവർ മുടക്കി. ഉയർച്ചയുടെ വഴികളും പ്രവേശനത്തിൻ്റെ സാധ്യതകളും ഒക്കെ മുടങ്ങിയെന്ന് വരാം. എന്തു മുടങ്ങിയാലും അതിൻ്റെ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, പ്രതിയോഗിയായ സാത്താൻ മുടക്കിയതാവാം. രണ്ട്, നമ്മുടെ നേരികേട് കൊണ്ട് മുടങ്ങിയതാവാം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങുകയില്ലെന്നാണ് വചനം. ആകയാൽ ഏതു കാരണത്താലാണ് നന്മ മുടങ്ങിയതെന്ന് നാം തിരിച്ചറിയണം. യഹോവ നന്മ മുടക്കാത്തവനാണ്.